നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇപ്പോൾ എവിടെ പോവാന്ന്. ഞാനിപ്പോൾ ട്രെയിനിൽ ബാംഗ്ലൂർ പോവാ വാഴ കാണാൻ. ഈ പരിസരത്തൊന്നും വാഴല്ല. പിന്നെ വാഴ ഉള്ളതാണെങ്കിൽ രാത്രിയാ. ആ വാഴ നമുക്ക് പോയി കണ്ടിട്ട് തിരിച്ചു കയറാൻ ഒരു സ്ഥലമല്ല. അപ്പം നമ്മളെന്ത് വിചാരിച്ച് വാഴ കാണാൻ ബാംഗ്ലൂർ പോവാന്ന്. അങ്ങനെ ഒറ്റ മൈൻഡിൽ വാഴ കാണാൻ ഇറങ്ങിയതാണ് ഇപ്പൊ ഈ കാണുന്നത്. പോയി വരാം, എന്നിട്ട് ബാക്കി പറയാം. പണ്ടൊക്കെ ദൂരയാത്രയ്ക്ക് എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത് ട്രെയിൻ ആണെങ്കിലും ഇപ്പൊ സ്ലീപ്പർ ബസ്സിൽ ഒരു കംഫർട്ട് അങ്ങ് കിട്ടിപ്പോയതുകൊണ്ട് സ്ലീപ്പർ ബസ്സാണ് പ്രിഫർ ചെയ്യല്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ട്രെയിനിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ 3rd AC ആണ് ബുക്ക് ചെയ്തത്. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഒരു 5:15 അങ്ങാനുള്ള ട്രെയിനിൽ ഞാൻ കേറി. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴാ കരടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ട് കണ്ടതേ. അപ്പൊ ഞാനിത് വീഡിയോ എടുത്തിട്ടതാ. എന്നിട്ട് ഞാനിത് ട്രോള് പോലെ ഇട്ടു പേരാലേ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാ ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളും പേരുകളും ഓരോ കൗതുക കാഴ്ചകളും ഒക്കെ കണ്ണിപ്പെടാറ്. കരടി കഴിഞ്ഞ് ഒന്നുകൂടെ കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴേക്കും എന്താ നമ്മളെ യശ്വന്ത്പൂർ എത്തി. യശ്വന്ത്പൂർ എത്തിയതിന് ശേഷം അവിടുന്ന് റാപ്പിഡോ വിളിച്ചു. ഇവിടെ രാവിലെ വന്നാല് മിസ് ചെയ്യാതെ സ്ഥിരം പോകുന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് ഞാൻ ഈ ഓട്ടോയിൽ കയറി പോണത് കേട്ടോ. എവിടെയാന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. അവിടെ ചെന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എന്തെന്നില്ലാത്ത സമാധാനമാണ്. പക്ഷേ സ്ഥിരമായിട്ട് അവിടെ പോകുന്നോണ്ടാണോ എന്നറിയില്ല, ഇപ്രാവശ്യം ചെന്ന് കഴിച്ചപ്പോ ആ ഒരു അത്ര ഒരു രസം തോന്നിയില്ല. സാധാരണ ഞാൻ അവിടുന്ന് പൊടി ഇഡ്ഡലിയാണേ വാങ്ങല്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ദോശയാണ് മെയിനായിട്ട് വാങ്ങിയത്. ദോശ അത് പക്ഷെ അങ്ങോട്ട് നന്നായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പ്ലെയിൻ പൊടിദോശയാണ് വാങ്ങിയത്. പക്ഷെ എൻ്റെ പ്ലെയിൻ പൊടിദോശയിൽ മസാല ഉണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങ് കഴിച്ചു. പിന്നെ വട ഉണ്ടായിരുന്നു, പടു ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിഭവ സമൃദ്ധമായിരുന്നു. ബില്ല് അങ്ങനെ ഒരുപാടായി എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിച്ചതിനുള്ള ബില്ല് അവർ തന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിന് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സംഭവല്ലേ, അത് എന്താ വാഴ 2 കാണാൻ പോകലാണ് മെയിൻ. അപ്പൊ ലുലുമോളിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്കാണ് റാപ്പിഡോ വിളിച്ച് പിന്നെയുള്ള യാത്ര. പക്ഷേ പോകുന്ന വഴി മാർക്ക് കുറച്ച് എഴുതാനും അങ്ങനത്തെ കുറച്ച് ടീച്ചറായുള്ള ഓരോരോ പണികളെ അത് എവിടെ ചെന്നാലും നമ്മുടെ പുറകെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പണികൾ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും ലുലുമോളിൽ നേരത്തെ എത്തി. ഞാൻ ചെന്നപ്പോൾ ലുലുമോൾ തുറന്നിട്ടേ ഉള്ളൂ. 11 മണിക്കെങ്ങാനും ആണ് തോന്നുന്നു ഞാൻ അവിടെ എത്തിയത്. എന്നിട്ടും തുറന്നിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ കുറച്ച് പണിയുള്ളത് തീർക്കാന്ന് വിചാരിച്ച് നേരെ ഓട്ടോ ഇറങ്ങി ഉള്ളിലോട്ട് കയറി. എവിടെ പോയി ഇരിക്കാനാ, ഫുഡ് കോർട്ടിലല്ലാതെ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. പക്ഷെ ആദ്യമായിട്ടാട്ടോ ലുലുമോൾ അത്ര ഒഴിഞ്ഞു കാണുന്നത്. ഇത്ര ആൾക്കാരില്ലാത്ത ലുലുമോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാംഗ്ലൂർ പോയിട്ട്. പറയുമ്പോൾ ബാംഗ്ലൂർ ഇപ്പം എനിക്ക് തറവാട് പോലെയാ. എപ്പോഴും ഓടിച്ചെല്ലാൻ ഉള്ള ഒരു സ്ഥലം. അങ്ങനെ ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഞാൻ അവിടെ ഫുഡ് കോർട്ടിൽ പോയി. എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട സോഫയിൽ കയറി ഇരുന്നിട്ട് വർക്ക് തീർക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡ് കോർട്ടിലെങ്കിലും നിറയെ ആൾക്കാരുണ്ടാവുന്നേ. പക്ഷെ ഫുഡ് കോർട്ടിൽ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് സ്വസ്ഥമായിട്ടാണ് ഞാൻ ഇരുന്ന് എഴുതുന്നത് നോക്ക്. അങ്ങനെ മാർക്ക് ലിസ്റ്റൊക്കെ ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് എഴുതി തീർത്തേ. അങ്ങനെ അതെല്ലാം തീർത്ത് കഴിഞ്ഞ് ഒരു ജ്യൂസ് എന്തോ ഒന്ന് കുടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ജ്യൂസും കുടിച്ചിട്ട് നേരെ സിനിപോളിസ് അങ്ങനെയല്ലേ പറയാ, അവിടെ സിനിമയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാഗ് അവരകത്തേക്ക് കയറ്റി വിടൂല എന്നൊക്കെ. എന്നാലും ബാഗ് അവിടെ പുറത്ത് വെച്ച് ഞാൻ സിനിമയ്ക്ക് കയറി. അങ്ങനെ ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരുന്നു. പരസ്യമായിരുന്നു. ഒരു അരമണിക്കൂർ പരസ്യമുള്ള പോലെ തോന്നി. മേ ബി സിനിമ കാണാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും. അങ്ങനെ വാഴ തുടങ്ങി. പിന്നെ വാഴ കഴിഞ്ഞു. ഞാൻ ഇറങ്ങി. ഞാനുണ്ടല്ലോ തിയേറ്ററിന് ആരും കാണാതെ കുറേ കരഞ്ഞു കേട്ടോ. അവസാനത്തെ സെക്കൻഡ് പാർട്ട് ഫുള്ള് കരച്ചിലായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഫുള്ള് ചിരിയായിരുന്നു. ചിരിയും ചിലപ്പോൾ ഞാനായിരിക്കും കുറേ ചിരിച്ച്. ഭയങ്കര ചിരിയായിരുന്നു. പൊട്ടി ചിരിച്ചു. സീറ്റിനൊക്കെ തല്ലി ചിരിയായിരുന്നു. പിന്നെ കരഞ്ഞോണ്ട് എങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചപ്പോഴാണ് മറ്റേ പപ്പട സീം ഒന്ന് ചിരിപ്പിച്ചത്. അതുകൊണ്ട് ചിരിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പപ്പടം കണ്ടോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഇവിടെ വന്നാൽ എന്ത് വാങ്ങണം എന്ത് തിന്നണം എന്ന് ഫുള്ള് കൺഫ്യൂഷനാവും. അമ്മാതിരി സാധനങ്ങളാ. എന്ത് വേണേലും കിട്ടും, അങ്ങ് വാങ്ങി തിന്നാൽ മതി. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്തില്ല. സുന്ദനൂർക്കുള്ള ട്രെയിനിൽ ഒരു വക സാധനം കിട്ടൂല. പാൻട്രി ഇല്ലാത്ത ട്രെയിനാ. അതുകൊണ്ട് കഴിക്കാനുള്ള സാധനങ്ങൾ അതും കൂടെ വാങ്ങി കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഇത്രയും സാധനങ്ങളും ഒരു ഫേസ് വാഷും വാങ്ങി ഞാൻ ലുലു മോളിൽ നിന്ന് പടി ഇറങ്ങാൻ പോവാ. ഞാനൊരു 7:15 ആയപ്പോഴാണ് ഇറങ്ങുന്നതേ. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു നേരത്തെ ആണല്ലോ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ആദ്യമേ വന്ന് കിടപ്പുണ്ടാവുമെന്ന് വിചാരിച്ച് ഇറങ്ങിയ. പക്ഷെ ഞാൻ അന്നേരം ഇറങ്ങിയതുകൊണ്ട് 8:15 ട്രെയിൻ എനിക്ക് കിട്ടി. അമ്മാതിരി ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എവിടെ, ബാംഗ്ലൂര്. പിന്നെ ലുലുമോളിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ബ്ലാക്ക് ബെറി വാങ്ങി. മൾബറീൻ്റെ വലിയതാണെന്ന് വിചാരിച്ച് വാങ്ങിയതാ. നോക്കിയപ്പോൾ ബ്ലാക്ക് ബെറിയാ.
പിന്നെ അത് കഴിച്ച്. പക്ഷെ രസമല്ല, പുളിയാ. ഞാൻ വിചാരിച്ച മൾബറി പോലെ മധുരം ഉണ്ടാവുന്നു, മധുരം ഒന്നും ഉണ്ടായില്ല. അങ്ങനെ രാത്രി 7:15 ഞാൻ ദാ ഇവിടുന്ന് ഇറങ്ങിയേ. ഇനി ഒരു റാപ്പിഡോ വിളിക്കണു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു, ട്രെയിൻ കയറുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ വാഴ അനുഭവം. വാഴൻ്റെ റിവ്യൂ ഞാൻ പ്രത്യേകം വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, റീലായിട്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്തിട്ട് ആ റീലൂടെ ഒന്ന് കാണണേ. പിന്നെ ഈ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ എൻ്റെ കൂടെ കൂടണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. അങ്ങനെ ഞാൻ എന്താ ട്രെയിനിലോട്ട് കയറാൻ പോവാണ്. തിരിച്ചു